ഇന്ത്യയും പാകിസ്ഥാനിലുള്ള വാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് പറയാനുള്ള ഒരു പഴഞ്ചൊല്ല, അടിയും കൊണ്ട് പുളിയും കുടിച്ച് പിന്നെ പോയി ടാക്സും കൊടുത്തു. കാരണം നമ്മൾ അങ്ങനെ ഒരു രീതി പണ്ട് കേരളത്തിലുണ്ടായിരുന്നു. ആദ്യം പുളി തിന്നും, അത് കഴിഞ്ഞ് അടി കൊള്ളും, പിന്നെ അത് കഴിഞ്ഞിട്ട് ടാക്സ് കൊണ്ട് അടയ്ക്കും. ഇതായിരുന്നു പണ്ടത്തെ ഒരു ശിക്ഷ. പക്ഷേ ഇന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അവർ പാകിസ്ഥാനിൽ കുറേ പേര് ഇവിടെ വന്ന് 26-28 പേരെ കൊന്നിട്ട് ഇന്ത്യ ഈസി ആയിട്ട് ത്രട്ടൻ ചെയ്യാമെന്ന് അവർ വിചാരിച്ചു. പണ്ടത്തരല്ലേ. ഇന്ത്യ അടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അപേക്ഷിച്ച് നിർത്തിയായിരുന്നു. ഈ തലയ്ക്ക് വെളിവുള്ളവർ വലിയ ചെയ്യുന്ന പണിയാണോ ഇത്? എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പരസ്പരം ബിസിനസ് ചെയ്യുക, ഫാമിലിയെ നോക്കുക, നല്ല പീസ്ഫുള്ളായിട്ട് ജീവിക്കുക, സന്തോഷിക്കുക, ഉള്ള ലൈഫ് സന്തോഷമായിട്ട് തീർക്കുക, അതല്ലേ ചെയ്യേണ്ടത്. പിന്നെ ഇന്ത്യക്കാരോട് എനിക്ക് പറയാനുള്ളത്, മുക്കിന് അമ്പലവും പള്ളിയും പണിയാതെ വാർ പ്ലെയിൻസ്, ഷിപ്പ് ഇതൊക്കെ മേടിച്ച് വയ്ക്കും. ഈ പാകിസ്ഥാൻ വീണ്ടും പഠിക്കും, അല്ലെ ആരെക്കൊണ്ടെങ്കിലും അടുപ്പിക്കും. അവർക്ക് അധികം ചിന്തിക്കാനുള്ള ശക്തിയില്ലല്ലോ. അവർ വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കും എത്ര വർഷം കഴിഞ്ഞാലും. അതാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പം ന്യൂഡൽഹി പോകുമ്പം പ്രധാനമന്ത്രിയുടെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഫോഴ്സിന് കപ്പാസിറ്റി ഉണ്ടാക്കിവിടും, അവരടിച്ചോളും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരൊന്ന് മര്യാദ പഠിക്കത്തുള്ളൂ. എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പരസ്പരം ബിസിനസ് ചെയ്യുക, ജീവിക്കുക, സന്തോഷിക്കുക, സുഖിക്കുക. അതല്ലെങ്കിൽ നാശം. താങ്ക് യു ഫോർ വാച്ചിങ്.